Good morning, dear students. നമ്മൾ 5th സെമിസ്റ്ററിലെ 2 ചാപ്റ്ററുകളുണ്ട്. ഒന്നെന്ന് പറയുന്ന ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ്, അത് കംപ്ലീറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പുതിയ ചാപ്റ്റർ ഞങ്ങളുടെ ഇനോർഗാനിക് കെമിസ്ട്രി പേപ്പർ 3-ക്കകത്തുള്ള 5th ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് ഇനോർഗാനിക് പോളിമേഴ്സ് ആൻഡ് നോൺ അക്വസ് സോൾവെൻറ്റ്സ്. അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ ഇതിൽ 2 സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ ഇനോർഗാനിക് പോളിമേഴ്സ് എന്താണെന്നുള്ളത്. പോളിമർ നിങ്ങൾ ഓൾറെഡി ചിലപ്പം +2-ലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. അത് കാർബൺ ആറ്റം ഉണ്ടാക്കുന്ന പോളിമറാണ്, കോമൺലി കോൾഡ് ഓർഗാനിക് പോളിമേഴ്സ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനോർഗാനിക് പോളിമേഴ്സ് ആണ്. അതായത് പോളിമർ where the atoms are other than carbon atom. സൾഫർ നൈട്രജൻ പോലെയോ അല്ലെങ്കിൽ ബോറോൺ ഉണ്ടാക്കുന്ന പോളിമർ, സിലിക്കൺ ഉണ്ടാക്കുന്ന പോളിമർ, അങ്ങനെ ആ കാർബൺ അല്ലാത്ത ആറ്റംസ് ഉണ്ടാക്കുന്ന പോളിമറിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സെക്ഷൻ നോൺ അക്വസ് സോൾവെൻറ്റ്സ് ആണ്. നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 സെക്ഷനായിട്ടാണ് പഠിക്കാനുള്ളത്. ഇനോർഗാനിക് പോളിമേഴ്സിനകത്ത് സിലിക്കണിൻ്റെയും സിലിക്കൺ ഉണ്ടാക്കുന്ന ഇനോർഗാനിക് പോളിമർ പഠിക്കാനുണ്ട്. ഫോസ്ഫർ ആറ്റം, ഫോസ്ഫറും നൈട്രജനും കൂടെ ഉണ്ടാക്കുന്ന പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സൾഫർ നൈട്രജൻ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് പോളിമറിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 3 ആറ്റം, മെയിൻലി സിലിക്കൺ, ഫോസ്ഫർ നൈട്രജൻ, സൾഫർ നൈട്രജൻ, ഇത്ര ആൾക്കാർ ഉണ്ടാക്കുന്ന പോളിമർ മോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ് ഇനോർഗാനിക് പോളിമേഴ്സിന്റെ ഫസ്റ്റ് സെക്ഷൻ, ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സെക്ഷൻ കുറച്ചും കൂടെ സിമ്പിളാണ്. ഇറ്റ് ഈസ് നോൺ അക്വസ് സോൾവെൻറ്റ്സ്. അതായത് നമ്മൾ സോൾവെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. സോൾവെന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ വാട്ടർ അല്ലാത്ത നോൺ അക്വസ് സോൾവെൻറ്റ്സ്, അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, സെൽഫ് അയണൈസേഷനും ലെവലിംഗ് ഇഫക്റ്റ്, പിന്നീട് സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന, നോൺ അക്വസ് സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് അമോണിയ, N2O4, സൾഫർ ഡയോക്സൈഡ്, HF, അങ്ങനെ 4 നോൺ അക്വസ് സോൾവെൻറ്റിൻ്റെ റിയാക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. 3 ഇനോർഗാനിക് പോളിമറിനെ കുറിച്ചും നോൺ അക്വസ് സോൾവെന്റിന്റെ ജനറൽ കാര്യങ്ങളും 4 നോൺ അക്വസ് സോൾവെന്റ്സിനെ കുറിച്ചും. അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് നോൺ അക്വസ് സോൾവെന്റ്സ് ആയിരിക്കും. നോൺ അക്വസ് സോൾവെന്റ് എന്താണ്, അതിലെ കുറച്ച് ഫിനോമിന, പിന്നീട് ലിക്വിഡ് അമോണിയ പോലുള്ള 4 സോൾവെന്റ് സിസ്റ്റം. അപ്പൊ നമുക്ക് ആദ്യം പ്രീ റിക്വസിറ്റ്സിൽ പറയുന്ന 2 കാര്യങ്ങൾ നോക്കാം. ഒന്നെന്ന് പറയുന്നത് കാറ്റിനേഷൻ. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാറ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് കാർബണിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യമാണ് കാറ്റിനേഷൻ. കാറ്റിനേഷൻ ഇസ് ദ ഫിനോമിനൻ ഓഫ് ബോണ്ടിങ് ഓഫ് ആൻ ആറ്റം വിത്ത് ഇറ്റ് സെൽഫ്. അതായത് ഒരു ആറ്റം അതിൻ്റെ വേറൊരു ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് കാറ്റിനേഷൻ. ഓക്കെ, അപ്പോൾ കാർബൺ എന്തുകൊണ്ടാണ് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റിനേഷൻ, അതായത് കാർബൺ ആറ്റവുമായിട്ട് തന്നെ ബോണ്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഫുള്ളറീൻ പോലെ C60 സിസ്റ്റം അല്ലെങ്കിൽ C90 സിസ്റ്റം, ഇങ്ങനെ കാർബൺ C90 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർബൺ ആറ്റം 89 കാർബൺ ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒറ്റ ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി കാർബൺ ആറ്റം ഉള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടും പോളിമേഴ്സും ഒക്കെ അതിന് ഫോം ചെയ്യാനുള്ള കഴിവുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് സെക്ഷൻ പഠിക്കും. കാറ്റിനേഷൻ ഉള്ളത് കൊണ്ടാണ് സിലിക്കൺ, കാർബണിന്റെ ഫാമിലി തന്നെ ഉള്ള ആളാണ് സിലിക്കൺ, ബട്ട്
അതിന്റെ സൈസ് കുറച്ച് വ്യത്യാസമാണ്. കാർബണിൻ്റെത് കറക്റ്റ് സൈസും ടെട്രാവാലൻസിയും കാറ്റിനേഷനും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് കാർബൺ ഇത്രയും വാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. പക്ഷെ സിലിക്കണിന്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് ഈ ഒരു ഫിനോമിനൻ സിലിക്കണിൽ കാണിക്കുന്നില്ല. എങ്കിലും ചെറിയൊരു രീതിയിൽ കാറ്റിനേഷൻ സിലിക്കണിലും പോസിബിൾ ആണ്. അതുകൊണ്ടാണ് സിലിക്കൺ പോളിമേഴ്സ് വിത്ത് ഇറ്റ് സെൽഫ് ഉണ്ടാക്കുന്നത്. ഫോസ്ഫറും നൈട്രജനും അഫിനിറ്റി ഉള്ളതുകൊണ്ടും സൾഫർ നൈട്രജൻ പരസ്പരം നന്നായി ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടുമാണ് അവരും ഈ കാറ്റിനേഷൻ വഴി പോളിമേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷനിന്റെ പ്രീ റിക്വസിറ്റ് ആണ് സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ. അതെന്താണ്? വാട്ടറിന് സെൽഫ് അയണൈസ് ചെയ്യാനുള്ള കഴിവ്. എന്താണ് അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയോൺസ് ഡെവലപ്പ് ചെയ്യാന്നാണ്. അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് സ്പീഷീസ് അല്ലെ. ഒരു ഇലക്ട്രോൺ കളഞ്ഞ് പോസിറ്റീവ് ചാർജ് ആവുകയോ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് നെഗറ്റീവ് ചാർജ് ആവുകയോ ചെയ്താൽ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരു ആറ്റം അയോണിക് കാറ്റയോൺ ആയിട്ടോ പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോൺ ആയിട്ടോ നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോൺ ആയിട്ടോ മാറും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ. അപ്പൊ സെൽഫ് അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് യാതൊരു ഡ്രൈവിംഗ് ഫോഴ്സും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന വാട്ടർ അയണൈസ് ചെയ്യും. അതിനെയാണ് സെൽഫ് അയണൈസേഷൻ എന്ന് പറയാ. എന്തായിട്ടാണ് അയണൈസ് ചെയ്യുക? വാട്ടർ H2O ആണ്. അത് വേറൊരു വാട്ടർ മോളിക്യൂളുമായിട്ട് ചേർന്ന്, അതായത് H2O plus H2O would dissociate to form H3O+. അല്ലെ, H+ ആണ് ശരിക്കും ഉണ്ടാകുന്നത് വാട്ടർ ഡിസോസിയേറ്റ് ചെയ്യുമ്പം. ആ H+ വേറൊരു വാട്ടർ മോളിക്യൂളുമായിട്ട് ചേർന്ന് H3O+, ഹൈഡ്രോക്സോണിയം അയോൺ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ ഒരു അയോൺ ഫോമിലേക്ക് അയാൾ മാറും. കാറ്റയോൺ ആണ് H3O+. അതേപോലെ ഒരു ആനയോൺ ഉണ്ടാവും OH-, ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോക്സോണിയം അയോണും IUM എന്നാൽ പോസിറ്റീവ് ചാർജ് ആണ് എൻഡിൽ. അമോണിയം, ഹൈഡ്രോക്സോണിയം, IUM വെച്ച് എൻഡ് ചെയ്താൽ ഇറ്റ് റെപ്രസെന്റ്സ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഹൈഡ്രോക്സോണിയം അയോൺ എന്ന് പറഞ്ഞാൽ H3O+ ആണ്. പ്ലസ് എന്തുണ്ടാവുന്നുണ്ട്? ഹൈഡ്രോക്സൈഡ്. IDE എന്നാൽ നെഗറ്റീവ് ചാർജ് എന്നാണ്. ക്ലോറൈഡ്, ഫ്ലൂറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്, അതേപോലെ ഹൈഡ്രോക്സൈഡ് എല്ലാത്തിലും ID എൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വുഡ് ക്യാരി നെഗറ്റീവ് ചാർജ് എന്നാണ് അർത്ഥം. അപ്പം വാട്ടർ സെൽഫ് ഡിസോസിയേറ്റ് ചെയ്ത്, അതായത് രണ്ട് മോളിക്യൂൾ വാട്ടർ കമ്പൈൻ ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്യുന്ന എന്തായിട്ടാണ്? ഹൈഡ്രോക്സോണിയം അയോണും ഹൈഡ്രോക്സൈഡ് അയോണും, H3O+ അയോണും OH- അയോണും. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ പോകുമ്പം കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്കിനി നോൺ അക്വസ് സോൾവെന്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ വാട്ടറിന് സെൽഫ് അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കിട്ടുന്ന ഒരു നോട്ടാണ് നോൺ അക്വസ് സോൾവെന്റ്സിന്റെ. അത് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് നോൺ അക്വസ് സോൾവെന്റ്? നോൺ അക്വസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം അല്ലെ. വെള്ളം സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്താൽ ഇറ്റ് ഇസ് അക്വസ് സോൾവെന്റ്. അപ്പം വെള്ളമില്ലാത്ത സോൾവെന്റ് അല്ലെ. വെള്ളം നോൺ അക്വസ്, വെള്ളമില്ലാത്ത സോൾവെന്റ്. എന്താണ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. ഒരു കെമിക്കലാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വുഡ്സ് എന്താണ് പല നെയിംഡ് റിയാക്ഷൻസിലും നമ്മളിപ്പം തൊട്ട് മുമ്പേ പഠിച്ച റീമർ ടേമൻ റിയാക്ഷനിൽ ക്ലോറോഫോമും പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. അതേപോലെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പല റിയാക്ഷൻസിനകത്തും സോൾവെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ ഈതർ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ പല റിയാക്ഷൻസിൽ ഇപ്പം ഗ്രിഗ്നാർഡ് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡ്രൈ ഈതർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൊക്കെ സോൾവെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോൾവെന്റിന്റെ പ്രയോജനം എന്താണ് അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ റിയാക്റ്റൻസ് സോൾബിൾ ആയിരിക്കും. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ ഒരു ജനറൽ ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ റിയാക്റ്റൻസ് എല്ലാം സോൾബിൾ ആയിരിക്കും ഈ പറയുന്ന സോൾവെന്റിനകത്ത്. അപ്പൊ സോൾവെന്റ് എന്താ ചെയ്യുക? രണ്ട് ഫേസിൽ ഇപ്പൊ നിങ്ങൾ ആഡ് ചെയ്യുന്ന രണ്ട് റിയാക്റ്റന്റ് എയും ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സോളിഡ് ആണ്, ബി എന്ന് പറയുന്ന ലിക്വിഡ് ആണ്. ഓക്കെ, അവര് അല്ലെങ്കിൽ വേണ്ട, എയും ലിക്വിഡ് ബിയും ലിക്വിഡ്, രണ്ട് ലിക്വിഡ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവർ രണ്ടുപേരും എണ്ണയും വെള്ളവും പോലെ ഇമ്മിസിബിളായി കിടക്കുന്ന ലിക്വിഡ് ആണെന്നും വിചാരിക്കുക.
അപ്പോൾ റിയാക്ഷനിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും അടുത്ത് വരികയും റിയാക്ട് ചെയ്യുകയും വേണം. പക്ഷെ ഇവരിങ്ങനെ 2 ലെയറായിട്ട് അടിവെച്ച് നിൽക്കുമ്പോൾ ഇവർ ഒരു കാലത്തും റിയാക്ഷനിൽ പങ്കെടുക്കില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് സോൾവെന്റ്, വേർ ബോത്ത് ദ റിയാക്ടൻസ് വിൽ ബി സോൾവബിൾ. അപ്പൊ ഈ എണ്ണ വെള്ളവുമായിട്ട് കിടക്കുന്ന 2 ആൾക്കാരും ഡിസോൾവ് ചെയ്യുന്ന ഒരു സോൾവെന്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും അടുത്ത് വരികയും സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് രണ്ടുപേരും അടുത്ത് വരികയും അവർ രണ്ടുപേരും പരസ്പരം റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സോൾവെന്റിന്റെ പ്രയോജനം. വേർ the reactants will come in closer vicinity and they will react to form the desired product. അപ്പം സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം വെള്ളം നമ്മൾ പല റിയാക്ഷൻസിലും ഉപയോഗിക്കാറുണ്ട്. ഓർഗാനിക് റിയാക്ഷനിൽ പൊതുവെ വെള്ളം ഒരു നോൺ ഡിസൈർഡ് സോൾവെന്റ് ആണ്. കാരണം ഓർഗാനിക് ആയിട്ടുള്ള റിയാക്ടൻസ് ഒന്നും പൊതുവെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യില്ല. ഡിസോൾവ് ചെയ്താലും അതിന് സൈഡ് റിയാക്ഷൻസ് നടത്താം. അതുകൊണ്ട് സാധാരണ നമ്മൾ ഓർഗാനിക് റിയാക്ഷൻസിൽ വെള്ളം സോൾവെന്റ് ആയിട്ട്, വാട്ടർ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കേസ് വളരെ കുറവാണ്. അപ്പൊ അവിടേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ്സ് സാധാരണ ഈതർ ആണ്, ഡ്രൈ ഈതർ. ഓക്കെ, ഇതിൽ സ്ട്രക്ചർ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഈതറിന്റെ. അതെന്തുകൊണ്ടാണ് ഈതർ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും ഓർഗാനിക് റിയാക്ഷൻസിൽ പൊതുവെ നമ്മൾ ഈ വാട്ടറിനെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ എന്താണ് ഉപയോഗിക്കുക? വാട്ടർ അല്ലാത്ത സോൾവെന്റ്സ്. ഓക്കെ, നമ്മൾ സോൾവെന്റിനെ ജനറൽ ആയിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് അക്വസ് സോൾവെന്റ്, അതിൽ വാട്ടർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ഓർഗാനിക് സോൾവെന്റ്. ഓർഗാനിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ചേർന്നിട്ടുള്ള സോൾവെന്റ്. മൂന്നാമത്തത് ഇനോർഗാനിക് സോൾവെന്റ്. ഇനോർഗാനിക് സോൾവെന്റിലാണ് പല നമ്മൾ പഠിക്കുന്ന അമോണിയ ആയാലും HF ആയാലും എല്ലാം വരുന്നത് ഈ പറഞ്ഞ ഇനോർഗാനിക് സോൾവെന്റിലാണ്. അപ്പം നോൺ അക്വസ് സോൾവെന്റ് എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ആർ സോൾവെന്റ്സ് അതർ ദാൻ വാട്ടർ. വാട്ടർ അല്ലാതെ ഉപയോഗിക്കുന്ന എല്ലാ സോൾവെന്റ്സും നമുക്ക് നോൺ അക്വസ് സോൾവെന്റിനകത്ത് പറയാം. ദേ ആർ യൂസ് ആസ് സോൾവെന്റ്. അവർ അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം ദേ ആർ ഗുഡ് സോൾവെന്റ്. അതായത് വാട്ടറിനെ പോലെ തന്നെ വളരെ നന്നായിട്ട് മിക്കവാറുള്ള വൈഡ് റേഞ്ച് ഓഫ് റിയാക്ടൻസിനെ ഡിസോൾവ് ചെയ്ത് വെക്കും. മാത്രമല്ല വാട്ടറിനുള്ള ചില റിയാക്ഷൻസ് ഒന്നും ഇവർ തരയില്ല. ഫോർ എക്സാമ്പിൾ വാട്ടർ ആൽക്കലി മെറ്റലുള്ള ഒരാളുമായിട്ട് വെള്ളം ഡിസോൾവ് ചെയ്താൽ അത് പല എന്താണ് അൺഡിസൈർഡ് റിയാക്ഷൻസ് നടത്തും. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഓർഗാനിക് റിയാക്ഷൻസിലൊക്കെ ചിലപ്പോഴൊക്കെ വെള്ളം റിയാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടൊന്നും വാട്ടറിനെ നമുക്ക് എല്ലാ റിയാക്ഷനിലും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഈ നോൺ അക്വസ് സോൾവെന്റ്, അതായത് വാട്ടർ അല്ലാത്ത വേറെ ഏതൊരു സോൾവെന്റ് ഉപയോഗിക്കുകയാണെങ്കിലും പല നോൺ അക്വസ് സോൾവെന്റ്സിനും നല്ല ഡിസോൾവിങ് കേപ്പബിലിറ്റി ഉണ്ട്. മാത്രമല്ല സൈഡ് റിയാക്ഷൻസ് കുറവുമാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് നോൺ അക്വസ് സോൾവെന്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നോൺ അക്വസ് സോൾവെന്റിനെ നമുക്ക് മെയിനായിട്ട് 3 ആയിട്ടാണ് തരംതിരിക്കുക. ഒന്നെന്ന് പറയുന്നത് ഓർഗാനിക് സോൾവെന്റ്. ഓർഗാനിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഓർഗാനിക്, കാർബൺ ഹൈഡ്രജൻ സ്കെൽട്ടനിൽ 1-2 ഹെട്രോ ആറ്റം വന്നിട്ടുള്ള സോൾവെന്റ്സ്. അതിനെയാണ് ഓർഗാനിക് സോൾവെന്റ് എന്ന് പറയാം. ഇതിൽ കുറേ ഓർഗാനിക് സോൾവെന്റ് നിങ്ങൾ പല നെയ്ഡ് റിയാക്ഷൻസിലും കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈതർ ആയിരിക്കും. ഈതർ എന്ന് പറഞ്ഞാൽ എതീരിയൽ ഓക്സിജൻ നടുക്കുള്ളതും ബാക്കി ഒരു ഓർഗാനിക് സ്കെൽട്ടൺ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാരെയാണ് ഈതർ എന്ന് വിളിക്കുക. എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഈതറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പല റിയാക്ഷൻസിൽ ഈതർ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈതറിനെ കുറച്ചു നേരം റിയാക്ഷനൊക്കെ കഴിഞ്ഞ് ഈതറിനെ നമ്മൾ തിരിച്ച് എടുത്ത് കളയണമല്ലോ, സോൾവെന്റിനെ എടുത്ത് മാറ്റി പ്രോഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യണം, പ്രോഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്യണം. പ്രോഡക്റ്റ് സോൾവെന്റിൽ തന്നെ ഡിസോൾവ് ചെയ്ത് കിടന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് ആ പ്രോഡക്റ്റിനെ എടുക്കണം. അതിനായിട്ട് നമുക്ക് ഈതറിനെ വെറുതെ തുറന്നു വെച്ചാൽ മതി, ഈതർ വേപ്പറായി പൊയ്ക്കോളും. ഓക്കെ, അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈതറിനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡൈ ഈഥൈൽ ഈതർ. ഇനി വേറെയും ഓർഗാനിക് സോൾവെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ THF, ടെട്രാ ഹൈഡ്രോഫുറാൻ. ഇത് ഫുറാൻ ആണ്. ഫുറാൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്, ഇവിടെ ഈ 5 മെമ്പർ ഡ്രിങ്കിൽ ഒരു ഓക്സിജൻ ആറ്റം വരികയും ഇവിടെ ഡബിൾ ബോണ്ടും
ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അതിനെ വെറുതെ ഫുറാൻ എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇതിൽ ടെട്രാഹൈഡ്രോ 4 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. എവിടേക്കാണ് വന്നത്? ഈ ഡബിൾ ബോണ്ട് പൊട്ടി ഇവിടെയും ഹൈഡ്രജൻ ഇവിടെയും ഹൈഡ്രജൻ, അപ്പോൾ സിംഗിൾ ബോണ്ടായി. വീണ്ടും ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് പൊട്ടി ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ, അങ്ങനെ 4 ഹൈഡ്രജൻ എക്സ്ട്രാ ഫുറാനിൽ വന്നതുകൊണ്ട് അതിന്റെ ഡബിൾ ബോണ്ട് 2 ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടെട്രാ ഹൈഡ്രോ ഫുറാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ അബ്രിവേഷൻ THF എന്നാണ്. ഓക്കെ, ഇനി വേറൊരു സോൾവെന്റ് ഉപയോഗിക്കുന്നത് ഈതറിൽ തന്നെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഡൈഗ്ലൈം. ഡൈഗ്ലൈം പല റിയാക്ഷൻസിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഈ ഡൈഗ്ലൈമിൽ 3 ഓക്സിജൻ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ ഒരു ഓക്സിജൻ, വീണ്ടും ഇതേപോലത്തെ ഒരു സ്കെൽട്ടൺ വന്നിട്ട് വീണ്ടും അടുത്തൊരു ഓക്സിജൻ, അങ്ങനെ 3 ഓക്സിജൻ ആറ്റം വരുന്ന ഒരു സോൾവെന്റ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് സോൾവെന്റ് എന്നാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക. എക്സോട്ടിക് സോൾവെന്റ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് അമോണിയ, NH3. NH3 ഇനോർഗാനിക്, നിങ്ങൾക്ക് അറിയുന്ന പോലെ കാർബൺ ഒന്നും അതിനകത്തില്ല, അതുകൊണ്ട് ഇതൊരു ഇനോർഗാനിക് സോൾവെന്റ് ആണ്. അതേപോലെ ലിക്വിഡ് സൾഫർ ഡയോക്സൈഡ്, നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സൾഫ്യൂരിക് ആസിഡ്, ബ്രോമിൻ ട്രൈഫ്ലൂറൈഡ് BRF3, അങ്ങനെയുള്ള ഇനോർഗാനിക് സോൾവെന്റ്സ് ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരുന്നാൽ മതി, അതിൻ്റെ പേര് അയോണിക് സോൾവെന്റ് എന്നാണ്. ഈ അയോണിക് സോൾവെന്റ് പ്രത്യേകത ഇതിനകത്ത് ഇതൊറ്റ സിസ്റ്റമാണ്. പെരിഡിനിൽ ബ്യൂട്ടൈൽ N-ബ്യൂട്ടൈൽ പെരിഡീനിയം അയോൺ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നു, കാരണം this carry a positive charge and this carry a negative charge. ഇതൊരു അഡക്റ്റ് ആണ്. ഓക്കെ, ഒരു പ്ലസ് ചാർജ് ഉള്ള ഒരു സിസ്റ്റവും നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സിസ്റ്റവും, അവർ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്ലസ് മൈനസ് എഴുതാത്തതെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നള്ളിഫൈ ആയിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലസ് മൈനസ് നള്ളിഫൈ ആയിപ്പോയിട്ടുള്ളത് കൊണ്ട് ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഒരു പ്ലസ് ചാർജ് ഇവിടെ ഒരു മൈനസ് ചാർജ് എഴുതണം നിർബന്ധമില്ല. ചില ടെക്സ്റ്റിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ചെയ്താലും തെറ്റില്ല. ഇവിടെ എഴുതാത്തതിന് കാരണം ഇവർ രണ്ടുപേരും നള്ളിഫൈ ചെയ്തു പോകുന്നുള്ളത് കൊണ്ടാണ്. അയോണിക് സോൾവെന്റ് പ്രത്യേകത അതിനൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസ് കാണും, നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പീഷീസും കാണും. ഇതിൽ N-ബ്യൂട്ടൈൽ പെരിഡീനിയം അയോൺ, N-ബ്യൂട്ടൈൽ, ഇത് 1 2 3 4 കാർബൺ ആറ്റമുള്ള ബ്യൂട്ടാണ്. ബ്രാഞ്ച് ആയിട്ട് വരുന്നത് കാരണം ബ്യൂട്ടൈൽ YLNന്റെയും, അപ്പം ബ്യൂട്ടൈൽ സിസ്റ്റമാണ്. അതെവിടെയാണ് വന്നിരിക്കുന്നത്? പെറിഡിൻ. ബെൻസീൻ റിങ്ങിനകത്ത് നൈട്രജൻ ഹെക്ടർ ആറ്റമായിട്ട് വന്നാൽ പെറിഡിൻ എന്നാണ് പേര്. ആ പെറിഡിന്റെ നൈട്രജൻ ആറ്റത്തിലാണ് ബ്യൂട്ടൈൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് N-ബ്യൂട്ടൈൽ പെരിഡീനിയം അയോൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്പീഷീസ് എന്ന് പറയുന്നത് AlCl4 ആണ്. LCl3 നിങ്ങൾക്കറിയാം, അതൊരു ലൂസ് ആസിഡ് ആണ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിക്ക് പകരം നാലാമതൊരു ക്ലോറിൻ ആറ്റം വരും. സോ ഇറ്റ് വുഡ് ക്യാരി എ നെഗറ്റീവ് ചാർജ്. ഓക്കെ, അതാണ് AlCl4 മൈനസ്. അത് ടെട്രാ ക്ലോറോ അലൂമിനേറ്റ് അയോൺ. അലൂമിനേറ്റ് എന്ന് പറയാൻ കാരണം AT വരുന്നത് മെറ്റൽ ആറ്റം നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യാൻ, അങ്ങനെ ഒരു സിനാരിയോ ഉള്ളത് കൊണ്ടാണ് അലൂമിനേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സിങ്കേറ്റ്, വാനഡേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ദിസ് ക്യാരി എ നെഗറ്റീവ് ചാർജ്. അപ്പം ഇങ്ങനൊരു സിസ്റ്റം വരുന്ന, അതായത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും വരുന്ന ഒരു അഡക്റ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ അയോണിക് സോൾവെന്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ക്ലാസിഫിക്കേഷൻ ഉള്ളത്. നോൺ-ഓക്സിയസ് സോൾവെന്റ് നമുക്ക് ജനറലി പറഞ്ഞാൽ 3 ആയിട്ട് ഇപ്പം തരച്ചിരിക്കാം. ഈ പറഞ്ഞ പോലെ ഓർഗാനിക്, ഇനോർഗാനിക്, അയോണിക്. ഇതല്ലാതെ നമുക്ക് വീണ്ടും സോൾവെന്റ്സിനെ ജനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോട്ടിക് സോൾവെന്റ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺ ഓൺ ഡിസോൾവിങ്. അതായത് ഏതെങ്കിലും ഒരു സോൾവെന്റ് നമ്മൾ സെൽഫ് അയണൈസ് ചെയ്ത് പ്രോട്ടോൺ തരുന്ന, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ തന്നെ ആണെന്നില്ല, H3O+ ആണ് സാധാരണ വരിക. അപ്പൊ H3O+ ഡിസോൾവ് ചെയ്യുമ്പോൾ തരുന്ന ഏതൊരു സോൾവെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോട്ടിക് സോൾവെന്റ് എന്ന് പറയാം. സെൽഫ് അയണൈസിങ് ഇസ് വെൻ എ പ്യുവർ ലിക്വിഡ് പാർഷ്യലി ഡിസോസിയേറ്റ്സ് ഇൻടു അയോൺസ്. അതായത് എപ്പോഴാണ് സെൽഫ് അയണൈസേഷൻ എന്താണെന്നുള്ളതാണ്. സെൽഫ് അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ അത് പാർഷ്യലി അതിന്റെ അയോണിക് ഫോമിലേക്ക് ഡിസോസിയേറ്റ് ചെയ്താൽ
നമ്മളതിനെ സെൽഫ് അയണൈസേഷൻ എന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ വാട്ടറിന്റെ സെൽഫ് ഡിസോസിയേഷൻ പറഞ്ഞില്ലേ, H2O H3O പ്ലസും OH മൈനസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതാണ് സെൽഫ് അയണൈസേഷൻ. അപ്പൊ ഇതിൽ എക്സാമ്പിൾസ് നോക്കൂ. HF വെള്ളത്തിനകത്ത് ഡിസോൾവ് അല്ലെങ്കിൽ HF ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താ തരുന്നത്? H പ്ലസും F മൈനസും. ഓക്കെ, H പ്ലസ് തരുന്നുണ്ട്. H പ്ലസ് തരുന്നത് കൊണ്ട് പ്രോട്ടിക്. MEOH CH3OH ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? H പ്ലസും CH3O മൈനസ് MEO മൈനസ്. അപ്പൊ ഇവിടെ H പ്ലസ് തരുന്നുണ്ട്. That is a protic solvent. ETOH അതേപോലെ ETO മൈനസും H പ്ലസും. സൾഫ്യൂരിക് ആസിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ H പ്ലസും HSO4 മൈനസും. അവിടെ H പ്ലസ് വരുന്നുണ്ട്. അമോണിയ NH2 മൈനസും H പ്ലസും. അവിടെ H പ്ലസ് വരുന്നുണ്ട്. അപ്പൊ ഏത് സോൾവെന്റും ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സെൽഫ് അയണൈസ് ചെയ്യുമ്പം H പ്ലസ് തരുന്നുണ്ടോ, അതായത് പ്രോട്ടോൺസ് തരുന്നുണ്ടോ എങ്കിൽ അത് പ്രോട്ടിക് സോൾവെന്റ് ആയിരിക്കും. ഇനി അപ്പൊ നോർമലി അപ്രോട്ടിക് സോൾവെന്റ് ഉണ്ടാവുമല്ലോ. അപ്രോട്ടിക് സോൾവെന്റ് എന്ന് പറയുന്നത് അത് സെൽഫ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ദേ വുഡ് നെവർ ഗിവ് എ പ്രോട്ടോൺ. എക്സാമ്പിൾ N2O4 ഒരു പ്രോട്ടോണേ ഇല്ല, അതുകൊണ്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോട്ടോൺസ് തരുന്നില്ല. സോ ഇറ്റ് ഈസ് എൻ അപ്രോട്ടിക് സോൾവെന്റ്, പ്രോട്ടോൺ തരാത്ത സോൾവെന്റ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഇനി BRF3 അതൊരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്. ഇന്റർ ഹാലജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹാലജൻസ് പരസ്പരം കമ്പൈൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. ബ്രോമിനും ഹാലജൻ ആണ്, ഫ്ലൂറിനും ഹാലജൻ ആണ്. അപ്പോൾ അതൊരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്, ഇന്റർ ഹാലജൻ സോൾവെന്റ് ആണ് BRF3. അതിലും പ്രോട്ടോണേ ഇല്ല. സോ ഇറ്റ് വുഡ് നെവർ ഗിവ് എ പ്രോട്ടോൺ ഓൺ സെൽഫ് അയണൈസേഷൻ. ഇനി NN ഡൈമീഥൈൽ ഫോർമമൈഡ്, അമൈഡ് ആണ്, അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, ബട്ട് ഇറ്റ് വുഡ് നോട്ട് ഗീവ് പ്രോട്ടോൺ ഓൺ ഡിസോസിയേഷൻ. DMSO ഡൈമീഥൈൽ സൾഫോക്സൈഡ്, അതേപോലെ നൈട്രോബെൻസിൻ, ഇവരൊന്നും സെൽഫ് അയണൈസ് ചെയ്യുമ്പോൾ പ്രോട്ടോൺസ് തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊന്നും എന്തായിട്ട് കണക്കാക്കാത്തത്? പ്രോട്ടിക് സോൾവെന്റ് ആയിട്ട് കണക്കാക്കാത്തത്. ഇനി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം. ഡെഫിനിഷൻ ഓഫ് സം ടേംസ്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്നും പറയാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിലും ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് നിങ്ങൾ ഫിസിക്സ് ക്ലാസ്സിലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പാരാമീറ്റർ ആണ്, ഫിസിക്കൽ പാരാമീറ്റർ ആണ്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് സോഡിയം ക്ലോറൈഡ് ഇട്ടു. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പം ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ കൂടുതലാണ് വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ ഈ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് അയോൺസ്, ഒന്ന് സോഡിയം അയോണും രണ്ടാമത്തത് ക്ലോറൈഡ് അയോണും. ഈ രണ്ട് അയോണിനെയും അകറ്റി നിർത്താനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. ആർക്ക്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുതലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഒരു സോൾവെന്റിനകത്ത് നമ്മൾ ഒരു അയോണിക് കോമ്പൗണ്ടിനെ ഡിസോൾവ് ചെയ്തു, ആ സോൾവെന്റിന് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ സോൾവെന്റിന് ഈ രണ്ട് അയോൺസിനെയും ഫാർ അപ്പാർട്ടായിട്ട് നിർത്താനുള്ള കഴിവ് ഉണ്ട് എന്നാണ്. അപ്പം ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് കുറവുള്ള ഒരു സോൾവെന്റിലാണ് നമ്മൾ ഈ അയോണിക് കോമ്പൗണ്ടിനെ ഡിസോൾവ് ചെയ്യുന്നെങ്കിലോ ആ അയോൺസ്, പോസിറ്റീവ് ചാർജുള്ള അയോണും നെഗറ്റീവ് ചാർജുള്ള അയോണും സോൾവെന്റ് വളരെ അടുത്തായിരിക്കും നിർത്തുന്നുണ്ടാവുക. അപ്പം അതാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഇനി അതിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ കൂളംസ് ലോ ആണ്. ടു ചാർജസ് Q1 Q2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R apart, they are in placed in vacuum ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്ന ആ ഒരു ഇന്ററാക്ഷൻ Q1ഉം Q2ഉം, അത് സോഡിയവും ക്ലോറൈഡും ആണെന്ന് വിചാരിക്കുക. നമ്മൾ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ ഇന്ററാക്ഷൻ ആണ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പം വെള്ളത്തിനകത്തല്ല, ഇത് വാക്യൂമിനകത്താണ്. ഓക്കെ, അപ്പം വാക്യൂമിനകത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡിനെ ഇട്ടു. Q1 Na പ്ലസും Q2 Cl മൈനസ് ആണ്. രണ്ടിനും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് R apart, അത് അയോണിക് ബോണ്ടാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് B is equal to Q1 into Q2 divided by 4 pi epsilon 0 into R. ഇതിൽ epsilon 0 ആണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ രണ്ട് ചാർജസ് നമ്മൾ സോൾവെന്റിൽ, നമ്മൾ വെള്ളത്തിനകത്താണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ epsilon 0 will get converted to
എപ്സിലോൺ, സാധാരണയുള്ള എപ്സിലോൺ, വേർ എപ്സിലോൺ ഇസ് എ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. ഓക്കെ, അപ്പം വാട്ടറിന്റെ എപ്സിലോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 80 ആണ്. അപ്പം 80 എന്ന് പറയുന്നത് വളരെ കൂടിയൊരു വാല്യൂ ആണ്. അതുകൊണ്ടാണ് വെള്ളത്തിനകത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡിനെ ഡിസോൾവ് ചെയ്യുമ്പം സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഫാർ അപ്പാർട്ട് ആവുന്നത്. എന്തുകൊണ്ടാണ് ഫാർ അപ്പാർട്ട് ആവുന്നത്? കാരണം സോഡിയം അയോൺ വന്ന ഉടനെ അതിനെ വാട്ടർ മോളിക്യൂൾസ് വന്ന് പൊതിയും. അതേപോലെ ക്ലോറൈഡ് അയോൺ വരുമ്പോൾ ക്ലോറൈഡ് അയോണിനെയും വാട്ടർ മോളിക്യൂൾസ് വന്ന് പൊതിയും. പൊതിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവരണം വരും അല്ലേ? അതൊരു കേജിനകത്തുള്ളതുപോലെ ഒരു കൂടിനകത്തായിരിക്കും സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഉണ്ടാവുക. അപ്പൊ ആ ഒരു ആവരണം കൊണ്ട് തന്നെ അവർ കുറച്ച് ദൂരത്തിൽ ഫാർ അപ്പാർട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് വാട്ടറിന് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ കൂടുതൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ കുറച്ച് ഫിസിക്സ് ആണ്. എന്നാലും അറിഞ്ഞിരിക്കുക, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോൾവെന്റിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് dielectric constant, where it is the ability of a solvent to separate two charges far apart. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഫിസിക്കൽ പാരാമീറ്റർ ആണ് ഡൈപോൾ മൊമെന്റ്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതായത് രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസിൽ അപ്പാർട്ടായിട്ട് നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഇന്ററാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഇറ്റ് ഹാസ് എ സിമ്പിൾ മ്യൂ ആൻഡ് യൂണിറ്റ് ഡി ബൈ ആണ്. ഇപ്പൊ നമുക്ക് കുറച്ച് സോൾവെന്റ് നോക്കാം. അതിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നോക്കൂ, 80 ആണ്, ഓൾമോസ്റ്റ് 80, 78.7 ആണ് കറക്റ്റ് വാല്യൂ. ഡൈപോൾ മൊമെന്റ് 1.85 ആണ്. എന്തുകൊണ്ടാണ് ഡൈപോൾ മൊമെന്റ് വരുന്നത്? ഇവിടുത്തെ ഓക്സിജൻ ആറ്റം ഇവിടുത്തെ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഈ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കും, ഈ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ ഓക്സിജൻ ഇങ്ങോട്ട് വലിക്കും. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഡൈപോൾ മൊമെന്റ്. സോ ഈ രണ്ട് വെക്ടർ ക്വാണ്ടിറ്റിയും കൂടെ ആഡ് ചെയ്ത് മേലേക്ക് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യും. അതാണ് 1.85. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത മെത്തനോള് CH3OH ആണ്. അതിന്റെ പെർമിറ്റിവിറ്റി നോക്കൂ, കുറവാണ്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് 1.7 ആണ്. എഥനോളിന് വീണ്ടും കുറവാണ് പെർമിറ്റിവിറ്റി. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 24 ഉള്ളൂ. ഡൈപോൾ മൊമെന്റ് ഓൾമോസ്റ്റ് മെത്തനോളുമായിട്ട് സെയിം ആണ്. ഓക്കെ, ഈ ഡൈപോൾ മൊമെന്റും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും ഇല്ല എങ്കിലും റിലേറ്റീവ് പെർമിറ്റിവിറ്റി പോളാർ ആണോ അല്ലയോ നിങ്ങളുടെ സോൾവെന്റ് എന്ന് പറയും. അതായത് ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ കൂടുതലെന്ന് ഉദ്ദേശിക്കുന്ന ഒരു 50 above ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സോൾവെന്റ് ഹൈലി പോളറൈസബിൾ ആയിരിക്കും. ഓക്കെ, ആ സോൾവെന്റ് പോളറൈസബിൾ ആയിരിക്കും. അതായത് അതിന് പോളാർ ആയിട്ടുള്ള മെറ്റീരിയലിനെ ഡിസോൾവ് ചെയ്യാനായിരിക്കും കഴിവ് കൂടുതൽ. അതുകൊണ്ടാണ് വെള്ളത്തിനകത്ത് പോളാർ ആയിട്ടുള്ള ഇനോർഗാനിക് സോൾട്സ് എല്ലാം ഡിസോൾവ് ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ ഉപ്പ് ആഡ് ചെയ്യുമ്പം വെള്ളമാണ് അതിനകത്തൊക്കെ ഉള്ള സോൾവെന്റ്. അപ്പൊ അതിൽ ഉപ്പ് ഡിസോൾവ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വളരെ കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ അതിന് പകരം എഥനോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡിസോൾവ് ചെയ്യില്ല. കാരണം അത് പോളാർ അല്ല, അത് നോൺ പോളാർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണ് എഥനോൾ. വാല്യൂ കുറവുള്ള ഇപ്പം ഡൈതലീതർ ഉപയോഗിച്ചാൽ ഒട്ടുമേ ഡിസോൾവ് ആവില്ല, കാരണം അതിന്റെ വാല്യൂ വളരെ കുറവാണ്. ഓക്കെ, ഡൈതലീതറിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 4 ആണ് കിടക്കുന്നത്. അപ്പൊ അതൊരിക്കലും എന്താക്കില്ല, പോളാർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ ഡിസോൾവ് ചെയ്യില്ല. ഇൻസ്റ്റന്റ് നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ഡിസോൾവ് ചെയ്യുകയും ചെയ്യും അല്ലെ. നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അതുകൊണ്ടാണ് ഓർഗാനിക് റിയാക്ഷൻസിൽ ഡൈതലീതർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫോർമമൈഡിന് വെള്ളത്തിനെക്കാട്ടും പൊളാരിറ്റി കൂടുതലാണ്. അത് ഹൈലി പോളാർ ആയിട്ടുള്ള മെറ്റീരിയലിനെയൊക്കെ ഫോർമമൈഡിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. ഇനി NN ഡൈമിഥൈൽ ഫോർമൈഡ് അതിനൊരു മീഡിയം വാല്യൂ ആണെന്ന് പറയാം. അത് മെയിൻലി അതും ഓർഗാനിക് റിയാക്ഷൻസിൽ തന്നെയാണ് DMFും ഉപയോഗിക്കുക, ബട്ട് വിത്ത് ലോ പൊളാരിറ്റി മെറ്റീരിയൽസ്. ഓക്കെ, ഇനിയുള്ളത് ആസിഡ് ബേസ് ബിഹേവിയർ ഇൻ നോൺ അക്വസ് സോൾവെന്റ് ആണ്. ലെവലിംഗ് ഇഫക്റ്റ്, ഡിഫറൻഷിയേറ്റ് ഇഫക്റ്റ് മുതലായിട്ടുള്ള എഫക്റ്റുകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഈ നോൺ അക്വസ് സോൾവെന്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ അറിഞ്ഞിരിക്കുക, എന്താണ് അത് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക.
ഞാൻ ഈ ക്ലാസ്സിന് ശേഷം ഈ നോട്ട് അയച്ചു തരാം. ഇത് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഈ ഇഫക്റ്റുകൾ എന്താണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.